ത്രിയേക ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വീണ്ടും പ്രഭാതത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ലൂക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 15-ാം വാക്യം. നല്ല മണ്ണിലുള്ളതോ വചനം കേട്ട് ഗുണമുള്ള നല്ല ഹൃദയത്തിൽ സംഗ്രഹിച്ച് ക്ഷമയോടെ ഫലം കൊടുക്കുന്നവൻ തന്നെ. വിത്തിനെക്കുറിച്ചുള്ള ഉപമയാണ്, വിതക്കാരൻ്റെ ഉപമയാണ്. സമാവീക്ഷണ സുവിശേഷങ്ങൾ 3-ലും ഒരുപോലെ പ്രതിപാദിച്ചിട്ടുള്ള ഒരു ഉപമയാണ് വിത്തിൻ്റെ ഉപമ. ആ ഉപമയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഉപമ കർത്താവ് തന്നെ വ്യാഖ്യാനിച്ചു തന്നിട്ട് ഉണ്ട് എന്നുള്ളതാണ്. കർത്താവ് തന്നെ വ്യാഖ്യാനിച്ച ഉപമയാണിത്. ഈ ഉപമയിലൂടെ കർത്താവ് പറയുന്നത്, വചനം വിളയണമെങ്കിൽ നമ്മുടെ ഹൃദയമാകുന്ന വയലുകളെ ഉഴുതുമറിച്ച് നല്ല നിലമാക്കി വചനത്തെ സ്വീകരിക്കുവാനുള്ള പാകത്തിൽ നമ്മുടെ ഹൃദയങ്ങളെ ആക്കി വെക്കണമെന്നാണ്. അവിടെ മാത്രമേ വചനം വിളയുകയും 30, 60, 100 മേനിയായി വിളഞ്ഞ് മറ്റുള്ളവർക്ക് ഫലം കൊടുക്കുകയുള്ളൂ. അല്ലെങ്കിൽ ആ ഒരു തലത്തിലേക്ക്, അതായത് ഹൃദയമാകുന്ന വയലുകളെ നമ്മൾ ഉഴുതുമറിച്ച് ആ വചനം സ്വീകരിക്കുന്ന പാകത്തിൽ ആക്കുകയും ആ വചനം വീണ് മുളച്ച് 30, 60, 100 മേനിയായി ക്ഷമയോടെ ഫലം കൊടുക്കുന്ന രീതിയിലേക്ക് ആക്കണം നമ്മുടെ ഹൃദയങ്ങളെ എന്നാണ് കർത്താവ് പറയുന്നത്. അതുകൊണ്ട് ഒരിക്കലും നമ്മുടെ ഹൃദയങ്ങളെ ഈ മുള്ളുകൾ നിറയാനോ അല്ലെങ്കിൽ പാറകൾ പോലെ കഠിനമാക്കാനോ അല്ലെങ്കിൽ വഴിയരിക പോലെ പലർക്കും കയറി ഇറങ്ങാൻ പറ്റുന്ന ഒരു പാകത്തിലും ആക്കിയാൽ അവിടെ വചനം വിളയുകയില്ല എന്നാണ്, വചനം മുളയ്ക്കുകയില്ല എന്നാണ് കർത്താവ് പറയുന്നത്. അതുകൊണ്ട് എപ്പോഴും ഈ മുള്ളുകൾ നിറയാതെ കഠിനമായി നമ്മുടെ പാറക്കെട്ടുകൾ പോലെയുള്ള ഹൃദയമാകാതെ, വഴിയരികെ എല്ലാവർക്കും കയറി ഇറങ്ങുന്ന ഒരു ഇടമാകാതെ നമ്മുടെ ഹൃദയങ്ങളെ ഉഴുതുമറിച്ച് നല്ല നിലങ്ങളാക്കണം. അപ്പോഴാണ് നല്ല ഫലം കൊടുക്കുന്നത്. 30, 60, 100 മേനിയായി ആ വചനമാകുന്ന വിത്ത് വിളഞ്ഞ് ഇങ്ങനെ ഫലം കൊടുക്കുന്നത്. അതാണ് അതിൻ്റെ ആദ്യത്തെ ആശയം എന്ന് പറയുന്നത്. രണ്ടാമത്തെ ആശയം, ഈ വിത്തിൻ്റെ ഇന്ന് കിട്ടുന്ന ഒരു ആശയം എന്ന് പറയുന്നത് ഈ സുവിശേഷമാകുന്ന വിത്ത്. ഈ സുവിശേഷമാകുന്ന വിത്തിന് ചില പ്രശ്നങ്ങളുണ്ട് വളർന്നു വരുവാൻ. കാരണം ആദ്യകാലത്ത് 2000-ലേറെ വർഷങ്ങൾക്ക് മുമ്പ് വിതച്ചു തുടങ്ങിയ ആ വിത്താണ്. ആ വിത്തിൽ നിന്ന് ഉള്ള ആ സുവിശേഷത്തിൽ ആണ് ഇന്ന് ഈ ലോകമെമ്പാടും പടർന്ന് പന്തലിച്ചിരിക്കുന്നത്. ഈവൻ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രങ്ങളിൽ പോലും ഈ സുവിശേഷമാകുന്ന വിത്ത് ഇങ്ങനെ മുളച്ചു പൊന്തി 30, 60, 100 മേനിയാ കൊടുക്കുന്നുണ്ട്. കാരണം ആദ്യകാലങ്ങളിൽ ഇത് ഭയങ്കര പ്രശ്നമായിരുന്നു വളരുവാനായിട്ട്. ഈ സുവിശേഷമാകുന്ന വിത്തിനെ ആരും സ്വീകരിക്കുന്നില്ല. കാരണം ചിലയിടങ്ങളിൽ ഈ പൊതുനിരത്തുകളിൽ വഴിയോരങ്ങളിലൊക്കെ ഈ വിതയ്ക്കുന്നവരെയും ഈ വിത്തിനെയും ഒക്കെ ചവിട്ടി മെതിച്ച് കളഞ്ഞ ഉണ്ട്. ഈ പക്ഷികളെ പോലെ, കഴുകനെ പോലെ കുത്തിപ്പറിച്ചെടുത്ത ആ വിതക്കാരനെയും ആ സുവിശേഷമാകുന്ന വിത്തിനെയൊക്കെ കുത്തിപ്പറിച്ച അനുഭവങ്ങളുണ്ട്. അവിടെ ആദ്യകാലങ്ങളിൽ അവിടെയൊന്നും ഈ സുവിശേഷത്തിന് വളരുവാൻ സാധിച്ചില്ല. സുവിശേഷമാകുന്ന വിത്തിന് മുളയ്ക്കുവാൻ പോലും സാധിച്ചില്ല എന്നുള്ളതാണ്. ചിലയിടങ്ങളിൽ പാറയുടെ സ്ഥലങ്ങളാണ്. സ്വാധീനമൊന്നുമില്ലാതെ ആരുടെയോ 1-2 ആൾക്കാരുടെയൊക്കെ അതിൽ ആവേശത്തോടെ സ്വീകരിച്ചു. എന്നാൽ വലിയ പ്രതിഷേധം വന്നപ്പോൾ, കഠിന ഹൃദയന്മാരൊക്കെ വന്നപ്പം ഈ സുവിശേഷമാകുന്ന വിത്തിനെ ആ ഹൃദയത്തിൽ സ്വീകരിക്കാതെ ഹൃദയം കഠിനമായിക്കൊണ്ട് തള്ളിപ്പറഞ്ഞു. ആ ഇടങ്ങളിലും ആദ്യകാലങ്ങളിൽ ഈ സുവിശേഷം, അതായത് സുവിശേഷമാകുന്ന വിത്ത് മുളയ്ക്കുവാൻ സാധിച്ചില്ല എന്നുള്ളതാണ്. മൂന്നാമത്, ഈ സുവിശേഷമാകുന്ന വിത്ത് മുള്ളിൻ്റെയും പറക്കാരുടെ ഇടയിൽ വളർന്നു എന്നുള്ളതാണ്. അതായത് 1-2 ആൾക്കാരൊക്കെ അവിടെ സ്വീകരിച്ചു. പക്ഷേ കൂടുതലും ഈ മുള്ളാകുന്ന അല്ലെങ്കിൽ ഇതിനെ കുത്തി നോവിക്കുന്ന, ഹൃദയം നുറുക്കുന്ന അല്ലെങ്കിൽ കുത്തുവാക്കുകൾ കൊണ്ട് ഇതിനെ നിഷേധിക്കുന്ന, തിരസ്കരിക്കുന്ന ഇടമായപ്പോൾ ആ വിതക്കാരനെയും ആ സുവിശേഷം എന്ന വിത്തിനെ അവിടെ ഞെക്കിരച്ചപ്പോൾ അവിടെയും സുവിശേഷം വളരുവാൻ സാധിച്ചില്ല എന്നുള്ളതാണ്. എന്നാൽ ഏറ്റവും ഒടുവിൽ ഈ സുവിശേഷം വളരുക തന്നെ ചെയ്യും എന്നാൽ ഏറ്റവും വലിയ ഉദാഹരണമാണ് ആ നല്ല നിലത്ത് വീണ ആ സുവിശേഷമാകുന്ന വിത്ത്. അവിടെ വിതക്കാരൻ വിതച്ചപ്പോൾ അവിടെ ഇതാ ഉഴുതുമറിച്ച പാകമായ ആ നിലം പോലെയുള്ള മനുഷ്യരെ അവിടെ കിട്ടി. അവിടെ ഇതാ വീണു, അത് മുളച്ചു 30, 60, 100 മേനിയായി വിളഞ്ഞു എന്നുള്ളതാണ്. കാരണം ഈ സുവിശേഷം എന്ന വിത്ത് അങ്ങനെ പാഴായി പോകുന്നതല്ല. അത് മുളച്ചു തന്നെ വരും, അത് പടർന്നു തന്നെ പന്തലിക്കും. അത് 30, 60, 100 മേനിയായി ചില പ്രതികൂല സാഹചര്യമൊക്കെ ഉണ്ടായിരിക്കാം. എന്നാലും ആത്യന്തികമായിട്ട് ഏറ്റവും അവസാനം ഇതാ ഫലം കൊടുക്കുക തന്നെ ചെയ്യും. ഈ ലോകമാകുന്ന വയലിൽ അത് മുളച്ച് പൊങ്ങി എല്ലായിടത്തും എല്ലാവർക്കും 30, 60, 100 മേനിയായി വിളവ് കൊടുക്കുകയും ചെയ്യും. അതാണ് ഈ സുവിശേഷത്തിൻ്റെ പ്രത്യേകത. കാരണം ഈ സുവിശേഷം എന്ന് പറയുന്നത് ചുമ്മാ അങ്ങ് ഉണ്ടായതല്ല. 2000 വർഷങ്ങൾക്ക് മുമ്പ് ഒരു തച്ചൻ്റെ മകൻ വിതയ്ക്കുവാൻ തുടങ്ങിയ വിത്താണ്. ആ വിത്ത് ആ തച്ചൻ്റെ മകനായതുകൊണ്ട് തച്ചൻ്റെ ആ ഒരു മനസ്സോടുകൂടി, ആ ഒരു ചിന്തയോടുകൂടി, ആ കൂർമ്മബുദ്ധിയോടുകൂടി ഇതിനെ ഉണ്ടാക്കിയതാണ്.
ശരിയായ ഒരു തോതിൽ, ശരിയായ ഒരളവിൽ ഉണ്ടാക്കിയ ആ വിത്ത്, ഇതാ മുളപ്പിച്ച വിത്ത് ഇതാ മുക്കുവരായ സാധാരണക്കാരായ ആൾക്കാർക്ക് കൊടുത്തു. കാരണം സാധാരണക്കാരായ ആൾക്കാർ ഇതിനെ അങ്ങനെ ചോദ്യം ചെയ്യുകയോ അല്ലെങ്കിൽ ഇതിനെ തള്ളിപ്പറയുകയോ ചെയ്യത്തില്ലെന്നറിയാം. ക്ഷമയോടെ കാത്തിരിക്കുന്ന ആ മുക്കുവ സഹോദരങ്ങളാണ്. കാരണം മീൻപിടുത്തം എന്ന് പറയുന്നത് ക്ഷമയോടെ നോക്കിയിരിക്കേണ്ട, അതിനിങ്ങനെ പെട്ടെന്ന് പോയാൽ കിട്ടുന്ന ഒന്നല്ല. അത് രാത്രി മുഴുവൻ ഒരുപക്ഷെങ്കിൽ ഭയങ്കര ക്ഷമയോടെ വളരെ കൂർമ്മ ബുദ്ധിയോടെ ഇങ്ങനെ നോക്കിയിരിക്കേണ്ട അവസരം, സാഹചര്യങ്ങളിലൊക്കെ കൊടുങ്കാറ്റുണ്ടായിരിക്കാം, അതിലും അതിനെയൊക്കെ അവഗണിച്ചുകൊണ്ട് പോയി മീൻ പിടിക്കുന്ന ഒരവസ്ഥ. അതുപോലെ ക്ഷമയോടെ കാത്തിരിക്കണം മീൻ കിട്ടണമെങ്കിൽ. അതുപോലെ തന്നെ ഈ സുവിശേഷം വിതയ്ക്കുവാനായിട്ട്, സുവിശേഷം വിത്ത് വിതയ്ക്കുവാനായിട്ട് സാധാരണക്കാരായ മുക്കുവരെയാണ് ഏൽപ്പിച്ചത്. അവരിൽ നിന്ന് തുടങ്ങി വെച്ച ഒരു വിത്താണിത്. ആ സുവിശേഷം എന്ന വിത്ത് ഇതാ വർഷങ്ങൾക്കിപ്പുറം 2025 വർഷങ്ങളൊക്കെ ആയപ്പോഴേക്കും ഇതാ ലോകം മൊത്തം, ഈവൻ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രങ്ങളിൽ പോലും ഈ സുവിശേഷം പടർന്ന് പന്തലിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ സുവിശേഷം അങ്ങനെ പാഴായി പോകുന്ന വിത്തല്ല. ആ സുവിശേഷമാകുന്ന വിത്ത് പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടായിരിക്കാം, പ്രതിഷേധങ്ങൾ ഉണ്ടായിരിക്കാം, എന്നാലും ഈ ഭൂമിയാകുന്ന, ഈ ലോകമാകുന്ന വയലിൽ ആ സുവിശേഷമാകുന്ന വിത്ത് മുളച്ച് പൊന്തിക്കൊണ്ടേയിരിക്കും. അത് 30, 60, 100 മേനിയായി വിളവ് കൊടുത്തുകൊണ്ടേയിരിക്കും. ഇതാണ് രണ്ടാമത്തെ ആശയം. മൂന്നാമത്തെ ആശയം, ഈ വിത്ത് തരുന്ന ആശയം എന്ന് പറയുന്നത് മനുഷ്യ ജീവിതങ്ങളാകുന്ന വിത്തുകളാണ്. മനുഷ്യ ജീവിതങ്ങളായ വിത്തുകളാണ്. പല സാഹചര്യങ്ങളിൽ ചെന്ന് വീഴുന്ന വിത്തുകൾ പോലെ, വഴിയരികിലുള്ള അല്ലെങ്കിൽ മുള്ളിനിടയിൽ വീണ അല്ലെങ്കിൽ പാറക്കെട്ടുകളുടെ മുകളിൽ വീണ മനുഷ്യ ജീവിതങ്ങൾ, അപ്പോൾ തന്നെ നല്ല നിലത്ത് വീണ വിത്തുകൾ. ഈ നാല് സാഹചര്യങ്ങളിൽ വീണ വിത്തുകളും ആ വിത്തുകളുടെ ചോയ്സ് അല്ലായിരുന്നു. ആ വിത്തുകൾ അവിടെ വന്ന് മനഃപൂർവ്വം ഒന്നും വീണതല്ല. ഇതാ എങ്ങനെയോ ആരാലോ എറിയപ്പെട്ട്, ആരാലോ ചിതറിക്കപ്പെട്ട ആ വിത്താണ്. അവരുടെ കുറ്റമേ ആയിരുന്നില്ല. അത് വീണ സാഹചര്യം ഉണ്ടായി. ആ വീണ സാഹചര്യം നമുക്കറിയാം. വയലിൻ്റെ പ്രത്യേകത നമുക്കറിയാം. വയലെന്ന് പറയുന്ന ഒരു താഴ്ന്ന പ്രദേശത്താണ്. അവിടെ താഴ്ന്ന നിലമുണ്ട്. അതാണ് ആ വയൽ, നല്ല നിലം എന്ന് പറയുന്നത്. അതിന് 4 തിട്ടകളുണ്ട്. 4 തിട്ടകൾ എന്ന് പറയുന്നത്, ആ തിട്ടകളിൽ എന്ന് പറയുന്നത്, ആ തിട്ടകളിൽ ചിലപ്പം ചെറിയ ചെറിയ മുൾക്കാടുകൾ കാണും, കാടുകൾ കാണും. അതിൻ്റെ ഇടയിൽ തന്നെ ചില പാറക്കെട്ടുകൾ കാണും, പാറകൾ കാണും. ഈ 4 തിട്ടയിൽ അതിൻ്റെ ഇടയിൽ ഒരു കണ്ണമാക്കി കളങ്കളമാക്കാനായിട്ട് അതിർവരമ്പുകളുണ്ട്. ഒരുപക്ഷെ അത് അതിർവരമ്പായിരിക്കാം, അല്ലെങ്കിൽ കളങ്ങൾ വേർതിരിക്കാനായിട്ടുള്ള, വയലുകളെ ഇങ്ങനെ കളങ്ങളായിട്ട് വേർതിരിക്കാനുള്ള ഇതായിരിക്കും. അതിനാണ് വരമ്പുകൾ എന്ന് പറയുന്നത്. ആ വരമ്പുകളാണ് വഴി എന്ന് പറയുന്നത്. അവിടെ വീഴുന്ന വിത്തുകളാണ് വഴിയരികെ വീണ വിത്തുകൾ എന്ന് പറയുന്നത്. മുള്ളിൻ്റെ ഇടയിൽ വീണ വിത്ത് എന്ന് പറയുന്നത് ഈ ചിട്ടയ്ക്കുള്ള അതിൻ്റെ ഇടയിൽ വീഴുന്ന വിത്തുകളാണ്. പാറക്കെട്ടുകളുടെ ഇടയിൽ എന്ന് പറഞ്ഞ ഈ സൈഡിലുള്ള പാറക്കെട്ടുകളും ചില പാറക്കഷ്ണങ്ങളും അതിൻ്റെ ഇടയിൽ വീഴുന്ന വിത്തുകളാണ്. അപ്പം വിതക്കാരന് ഇങ്ങനെയാണ് വിതയ്ക്കുന്നത്. ഈ വിതയ്ക്കുന്നത് ഒരു നല്ല നിലത്ത് വീണമെന്ന് പറഞ്ഞ് തന്നെ ഇങ്ങനെ വിതറുന്നതാണ്. പക്ഷെ അങ്ങനെ വിതറുമ്പോൾ ചിലത് ഈ വരമ്പത്തിൽ നിന്ന് വീഴും, ചിലത് ആ തിട്ടകളിൽ, പാറത്തിട്ടകളിൽ, മുൾക്കാടുകളിൽ വന്ന് വീഴും, ചിലത് ആ പാറക്കെട്ടുകളിൽ വീഴും. അപ്പോൾ അവിടെ ആ വഴിയരികിൽ വീണ വിത്തെന്ന് പറയുന്നത് ഇതാ പെട്ടെന്ന് കിളികളും ഒക്കെ ചവിട്ടി ആൾക്കാർ നടന്നു പോകുന്ന, അവിടെ അത് വളരുവാൻ സാധിക്കത്തില്ല. വളരുവാൻ ആഗ്രഹിക്കുന്നതിനും വളരുവാൻ പറ്റത്തില്ല. അതിനു മുമ്പ് തന്നെ ഇതാ ഗോവിന്ദച്ചാമിയെ പോലെയുള്ള ആൾക്കാർ വന്ന് പിച്ചി ചീന്തും. അല്ലെങ്കിൽ ആ വിത്തെന്ന് പറയുന്നത് നമ്മൾ കാണുന്ന ശുചിമുറിയിലും ഈ കച്ചട ബോക്സിലൊക്കെ, അതായത് ഈ വേസ്റ്റ് ഇടുന്ന ഇടങ്ങളിലൊക്കെ, വേസ്റ്റ് കുപ്പയിലൊക്കെ അവിടെ കിടക്കുന്ന ശവങ്ങളായിരിക്കും, പിഞ്ചു കുഞ്ഞുങ്ങളായിരിക്കും. അവൾ വളരാൻ ആഗ്രഹിച്ചു ആ വിത്തുകളാണ്. അവിടെ എങ്ങനെയോ എറിയപ്പെട്ടു. അതിനെ വളരുവാൻ ആഗ്രഹിച്ചു. വളരുന്നതിന് മുമ്പ് തന്നെ ഗോവിന്ദച്ചാമിയെ പോലുള്ളവർ, അല്ലെങ്കിൽ ഇതിൻ്റെ അമ്മമാർ തന്നെ, അല്ലെങ്കിൽ ഇതിൻ്റെ അവിടെ വളരുവാൻ അനുവദിക്കാതെ ഇതിനെ പിച്ചി ചീന്തി അത് ഞെക്കി ഉടച്ച് ഇത് കളയുന്നവരാണ്. അങ്ങനെയുള്ള ഒരു മനുഷ്യ ജീവിതങ്ങൾ. ആ മനുഷ്യ ജീവിതങ്ങളൊക്കെ എന്ന് പറയുന്നത് അവർ മനഃപൂർവ്വം അവിടെ വീണതല്ല, എങ്ങനെയോ ആയാലോ എറിയപ്പെട്ട് അവിടെ വീണതാണ്. ഇതാ പാറക്കെട്ടിൽ മേൽ വീണ വിത്ത് ഇങ്ങനെ എറിഞ്ഞപ്പോൾ വന്ന് വീണ വിത്താണ്. അവിടെ വീണമെന്ന് പറഞ്ഞ് മനഃപൂർവ്വം വന്ന് വീണ വിത്തല്ല അത്. അങ്ങനെയുള്ള മനുഷ്യ ജീവിതങ്ങളുണ്ട്. അത് മേളിൽ നിന്നും കുറേ മണ്ണൊലിച്ച് അവിടെ വന്ന് ആ പാറക്കെട്ടിലെ തങ്ങി നിന്ന ആ മണ്ണിലാണ് ഇത് വീഴുന്നത്. പക്ഷെങ്കിൽ അവിടെ വന്ന് നിന്നപ്പോൾ മണ്ണിന് വലിയ ആഴമില്ല, കുറച്ച് മണ്ണേ ഉള്ളൂ. ആരുടെയൊക്കെയോ അനുകമ്പയുണ്ടോ, ആരുടെയൊക്കെയോ സഹതാപം കൊണ്ടോ ജനിക്കുവാൻ വിധിക്കപ്പെട്ടവരാണ്. അവിടെ വളരുവാൻ സാധിക്കുന്നില്ല. രാഷ്ട്രീയ സ്വാധീനമില്ല, മതസ്വാധീനമില്ല, പണസ്വാധീനമില്ല. വളരാൻ പറ്റാതെ അവിടെ മുരടിച്ചു പോയി, ഫലം കൊടുക്കാൻ പറ്റാതെ മുരടിച്ചു പോയി. മറ്റു ചിലത്
ഇതാണ് അങ്ങനെയുള്ള ആകുല ചിന്തകളും ഇന്നലത്തെക്കുറിച്ചുള്ള ചിന്തകളും നാളത്തെക്കുറിച്ചുള്ള ചിന്തകളുടെ ഇടയിൽ ഞെരുക്കപ്പെട്ട, അല്ലെങ്കിൽ ഈ ലോകത്തിൻ്റെതായ മോഹങ്ങളിലൊക്കെ വിതയ്ക്കപ്പെട്ട മനുഷ്യ ജീവിതങ്ങളാണ് മുള്ളിനിടയിൽപ്പെട്ട മനുഷ്യജീവിതം എന്ന് പറയുന്നത്. അവിടെയും ഈ മൂന്നിടത്തും, ആ നല്ല നിലങ്ങളിലായാലും ഈ നാലിടത്തും ഈ വിത്തുകൾ മനഃപൂർവ്വം വന്ന് വീഴുന്നതല്ല, ആ ആരാലോ എറിയപ്പെട്ടു വന്നതാണ്. ആ നല്ല നിലത്ത് വീണതും അവരെ ഒരിക്കലും നല്ല നിലയിലായതുകൊണ്ട് ഇത് പറയാൻ പാടില്ല, എൻ്റെ കഴിവുകൊണ്ടാണെന്ന് പറയാൻ പറ്റില്ല. എങ്ങനെയോ എറിയപ്പെട്ട് അവിടെ വളരുവാൻ സാഹചര്യം ഉണ്ടായ വിത്തുകളാണ്. അപ്പോൾ ഈ മനുഷ്യ ജീവിതം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള എല്ലാവരും, ആ മുള്ളിനിടയിൽ വീണതും പാറമേൽ വീണതും ആ വഴിയോരത്ത് വീണതും എല്ലാം വളരുവാൻ ആഗ്രഹിച്ചു, പക്ഷേ വളരുവാൻ പറ്റിയില്ല. ചിലത് ഒന്ന് മുളയ്ക്കുവാൻ പോലും പറ്റുന്നതിന് മുമ്പേ ഈ ഗോവിന്ദസ്വാമിമാരെ പോലെ ആൾക്കാരും ഒക്കെ അതിനെ വെട്ടി ഞുറുക്കി കളഞ്ഞു, അല്ലെങ്കിൽ അതിനെ ആ വേസ്റ്റ് കോട്ടയിൽ എറിഞ്ഞു കളഞ്ഞു. അങ്ങനെ ജീവിക്കുവാൻ വളർന്നു വരുവാൻ പറ്റാത്ത സാഹചര്യങ്ങൾ. ഇവിടെയാണ് നമ്മൾ സഭയും സമൂഹവും ഭരണകൂടവും ഒക്കെ ചിന്തിക്കേണ്ടത്. ഇങ്ങനെ മുള്ളിനിടയിൽ വീണതും പാറക്കെട്ടിൽ വീണതും വഴിയരികിൽ വീഴുന്നതുമായ മനുഷ്യ ജീവിതങ്ങളെ എങ്ങനെ ആ നല്ല നിലത്തേക്ക് കൊണ്ടുവന്ന് അവരെ 30, 60, 100 മേനിയായി വിളയുന്ന നല്ല മനുഷ്യരായി മാറ്റാമെന്നുള്ളത്. ഒരുപക്ഷെ നമുക്ക് ഇത് പ്രായോഗികമല്ല. ആ നല്ല നിലം പോലെ തന്നെ ആ വരമ്പ് മാറ്റി അവിടെ ഒരു നല്ല നിലമാക്കുവാനോ, അല്ലെങ്കിൽ തിട്ട ഇടിച്ചിട്ട് അവിടെ ഒരു നല്ല നിലം പോലെ ആക്കുവാനോ അത് പ്രായോഗിക തലമല്ല. പിന്നെ അവിടെ ചെയ്യാമെന്ന് പറയുന്നത് ഈ വഴിയരികിൽ വീഴുന്ന വിത്തുകളെയൊക്കെ ഈ നല്ല നിലത്തേക്ക് മാറ്റാമെന്നുള്ളതാണ്. അല്ലെ ആ മുള്ളിനിടയിൽ വീണ വിത്തുകളെയൊക്കെ ഇങ്ങനെ തൂത്തുവാരി ഇങ്ങോട്ട് മാറ്റാമെന്നുള്ളതാണ്. പാറക്കെട്ടിൽ വീണ വിത്തുകളെയൊക്കെ നല്ല നിലത്തേക്ക് മാറ്റുക എന്നുള്ളത്. ആത്യന്തികമായി നല്ല സാഹചര്യം ഒരുക്കാൻ കഴിയണം. ഒരുപക്ഷെങ്കിൽ ഈ എല്ലാ പ്രത്യേക ഈ വഴിയരികിൽ വീണ വിത്തുകൾ മനുഷ്യ ജീവിതങ്ങളും, അല്ലെങ്കിൽ മുള്ളിനിടയിൽ വീണ് ജീവിക്കുന്ന, ഞെരുങ്ങി ജീവിക്കുന്ന മനുഷ്യ ജീവിതങ്ങളും, ഈ പാറക്കെട്ടിന്മേൽ വീണ സാഹചര്യങ്ങളും, ഇവരൊക്കെ വളരുവാൻ ആഗ്രഹിച്ചു, മുളയ്ക്കുവാൻ ആഗ്രഹിച്ചു. ചിലത് വളരുവാൻ പോലും സാധിച്ചില്ല, ചിലതങ്ങ് മുരടിച്ചു പോയി, ഫലം കൊടുക്കുവാൻ സാധിച്ചില്ല. ഇവർക്കൊക്കെയും ഫലം കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ അവരുടെ സാഹചര്യം അനുവദിക്കുന്നില്ല. ഇവിടെയാണ് നമ്മൾ സഭയും സമൂഹവും ചിന്തിക്കേണ്ടത്. അവരെ എങ്ങനെ നമുക്ക് നല്ല നിലത്തേക്ക് കൊണ്ടുവരാം എന്നുള്ളത്. അവർക്ക് നല്ല നിലമാകുവാനുള്ള സാഹചര്യം ഒരുക്കാം, അവർക്ക് മുളയ്ക്കുവാനുള്ള സാഹചര്യം ഒരുക്കാം. അതാകട്ടെ സഭയുടെയും എൻ്റെയും നിങ്ങളുടെയും സമൂഹത്തിൻ്റെ ദൗത്യം. ഭരണകൂടങ്ങളൊക്കെ അങ്ങനെ ചിന്തിക്കുന്ന ഒരു തലത്തിലേക്ക് വളരുമ്പോഴാണ് ഇതാ സ്നേഹത്തിൻ്റെ വസന്തമാകുന്നത്. ഈ ലോകം മൊത്തം, ഈ ലോകമാകുന്ന വയൽ മൊത്തം സ്നേഹത്തിൻ്റെ വസന്തമാകുന്നതും അവിടെയാണ് ദൈവരാജ്യം എന്ന ആ കർത്താവിൻ്റെ സങ്കല്പം പൂർണ്ണമാകുന്നത്. അതിലേക്ക് വരുവാനായിട്ട് ഈ മറ്റ് മുള്ളിനിടയിൽ വീണതും, അല്ലെങ്കിൽ വഴിയോരത്ത് വീണതും, അങ്ങനെ പാറക്കെട്ടിൽ വീണുമായ ആ മനുഷ്യ ജീവിതങ്ങളെ, ദുസ്സഹമായ മനുഷ്യ ജീവിതങ്ങളെ ആരാലോ എറിയപ്പെട്ട ആരും മനഃപൂർവ്വം വന്നതല്ലേ, എങ്ങനെയോ എറിയപ്പെട്ടതാണ്. ഈ നല്ല നിലത്ത് വീണ വിത്തും അവരുടെ ചോയ്സ് അല്ലായിരുന്നു, അവിടെ വീണാണെന്നുള്ള ബോധ്യം വേണം. അതുകൊണ്ട് ആ നല്ല നിലത്ത് വീണ വിത്തുകളും മറ്റ് നല്ലതായി ജീവിക്കുന്ന, നല്ല സാഹചര്യത്തിൽ ജീവിക്കുന്ന മനുഷ്യരും, ഈ ഭരണകൂടവും ഈ സഭയും സമൂഹവും എല്ലാവരും കൂടെ ഈ മുള്ളിനിടയിൽ വീണ വിത്തുകളെ, മനുഷ്യജീവിതങ്ങളെ, അല്ലെങ്കിൽ പാറക്കെട്ടിൽ വീണ മനുഷ്യജീവിതങ്ങളെ, അല്ലെങ്കിൽ വഴിയരികിൽ വീണ മനുഷ്യജീവിതങ്ങളെ ഒക്കെ നല്ല നിലത്തിലേക്ക് വന്ന് ഒരു സ്നേഹത്തിൻ്റെ വസന്തമായി തീർക്കുവാനും, ആ ദൈവസങ്കല്പത്തിൻ്റെ, ആ ദൈവരാജ്യത്തിൻ്റെ അനുഭവത്തിലേക്ക് വരുത്തുവാനും നമുക്ക് സാധിക്കട്ടെ. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.